ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങളുടെ പ്രിയപ്പെട്ട കോമഡി ഉത്സവത്തിലേക്ക്. ഇന്ന് കോമഡി ഉത്സവത്തിന് ഫുൾ എനർജി പകരാനായിട്ടതാ PMVV. വെൽക്കം. കോമഡി ഉത്സവത്തിലേക്ക് നമ്മുടെ കാര്യക്കാരനെയും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മുഖ്യാതിഥിയെയും ഒരുമിച്ച് ക്ഷണിക്കാം. ലെറ്റ്സ് വെൽക്കം കലാഭവൻ പ്രചോദേട്ടൻ ആൻഡ് സാജു നവോദയ. സാജുടാ, പ്രചോട്ടാ, നമ്മള് ഇന്നിപ്പോ നിങ്ങളുടെ കരിങ്കണ്ണൻ എന്തായിരുന്നാലും ഇവിടെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് വേറൊരു നായകനെയും കൂടി കൊണ്ടുവരാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ കാരണം നിങ്ങളെല്ലാം മിമിക്രിയുടെ ആൾക്കാരല്ലേ. മിമിക്രിന്ന് വന്ന് പിന്നീട് എഴുത്തുകാരനായി, നായകനായി, അല്ലെങ്കിൽ ഒരുപക്ഷെ ബാലതാരമായി ഒരുപാട് അഭിനയിച്ച് പിന്നീട് ഇന്നിപ്പോ നായകനായി തിളങ്ങുന്ന, ഇന്നും എന്നാൽ എഴുത്ത് വിട്ടിട്ടില്ലാത്ത വളരെ ചുരുക്കം ആൾക്കാരല്ലേ ഉള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ എഴുതിയ പടം ജനുവരി 22 സ്റ്റാർട്ട് ചെയ്യുകയാണ്. പാണാവള്ളി പാണ്ഡവാസ് എന്നാണ് പടത്തിന്. ആണോ? വെരി ഗുഡ്. അപ്പൊ പാണാവള്ളി പാണ്ഡവാസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പോ അങ്ങനെ ഒരാളെ നമ്മൾ ഇങ്ങോട്ട് ക്ഷണിക്കാൻ പോവാണ്. ഇന്നും 10ാം ക്ലാസ്സുകാരനായിട്ട് അഭിനയിക്കും. അതെ, ഇന്നും 10ാം ക്ലാസ്സുകാരനായിട്ട് അഭിനയിക്കുന്നത് രണ്ടുപേരെ ഉള്ളൂ കേട്ടോ. പുള്ളിയും ധർമ്മജൻ ചേട്ടനും 10ാം ക്ലാസ്സുകാരനായിട്ട് അഭിനയിക്കും, നായകനായിട്ടും അഭിനയിക്കും, ഒരു ഇച്ചിരി വലിയ വക്കീലന്മാരായിട്ടും ഒക്കെ അഭിനയിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ വളരെ സ്നേഹപൂർവ്വം നല്ല കൈയടിയോടെ സ്വാഗതം ചെയ്യാം വിഷ്ണു ഉണ്ണികൃഷ്ണൻ. കോമഡി ഉത്സവത്തില് വിഷ്ണു ശരിക്കും പറഞ്ഞ ഫാമിലി മെമ്പർ ആണ്. നമുക്ക് അങ്ങനെ വിഷ്ണുവിനെ അങ്ങനെ കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വിഷ്ണുവിന്റെ അടുത്ത ഒരു സിനിമയുടെ ലോഞ്ചും കൂടിയാണ് പറയാനുള്ളൂ. നിത്യഹരിത നായകൻ. വിഷ്ണു, മനസ്സിലായി ഇത്രയും നേരത്തെ തന്നെ പ്രേം നസീർ ആവാനുള്ള ശ്രമമാണെന്ന് മനസ്സിലായി. ഞാൻ ഇനി ഇവിടെ ഉണ്ട് കുറച്ചാള് എന്നറിയിക്കാൻ അല്ലേ? ആ കഥക്ക് ആ ടൈറ്റിൽ ഭയങ്കര ആപ്റ്റാണ്. ആ സിനിമ കാണുമ്പോ മനസ്സിലാവും. ആണല്ലേ? ആ, പ്രണയം ഉണ്ടെന്നുള്ളൂ. നസീർ സാറായിട്ട് ആ സിനിമക്ക് ബന്ധമൊന്നുമില്ല. അത് ശരി. പക്ഷെ എന്ന് വെച്ചാൽ വിഷ്ണു ഒരു പടം ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രതീക്ഷ എന്ന് വെച്ചാൽ കാരണം എഴുതിയ പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമായിരിക്കുമല്ലോ വരുന്നതെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരു സാധനം വരുമ്പോഴേ എടുക്കുള്ളൂ എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ കഥയിലോട്ട് വരാനുള്ള കാരണം? എന്താണ് ഇതില് ധർമ്മേട്ടനെ എന്നെ വെച്ചിട്ട് കുറെ കഥകൾ കട്ടപ്പന കഴിഞ്ഞപ്പോ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം ധർമ്മേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ജയഗോപാൽ എന്ന് പറഞ്ഞൊരു പുള്ളി എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ഞാൻ കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നീ കേട്ടിട്ട് പറ, നിനക്കും ഓക്കെ ആണെങ്കിൽ ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യാൻ വരെ റെഡിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ ചേട്ടാ. അപ്പൊ ഇതിന്റെ ഡയറക്ടർ ബിൻരാജ് ചേട്ടനും റൈറ്റർ ജയഗോപാൽ ചേട്ടനും കൂടി വന്ന് കഥ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇഷ്ടമായി. ആ, നല്ല രസമുണ്ട്. നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെയാണ്. സ്കൂൾ കാലഘട്ടത്തിലേക്കൊക്കെ നമ്മൾ അറിയാതെ അത് വേണം അല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും? 10ാം ക്ലാസ് വീട്ടിലുള്ള കളിയില്ല. ഇല്ല, അത് ഈ പടം കണ്ടവരൊക്കെ പറഞ്ഞു ആ സ്കൂൾ എപ്പിസോഡ് ഏറ്റവും എല്ലാവർക്കും ഇഷ്ടമായത് അതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെ അടിച്ചപ്പോൾ ഞാൻ ധർമ്മേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്കും ഇഷ്ടമായി. ആണല്ലേ, ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് അടുത്ത വിളി ഞാൻ കേൾക്കുന്നത് പ്രൊഡ്യൂസർ ധർമ്മജനായിട്ടാണ്. ഓക്കെ, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ നമുക്ക് ഇത്ര അതി തുടങ്ങിയാലോ എന്ന് വെച്ചിട്ടാണ് ധർമ്മേട്ടൻ വിളിച്ചത്. അപ്പൊ അതെന്തായാലും നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് വിഷ്ണുവിന്റെ നിത്യഹരിത നായകന്റെ ട്രെയിലർ ഒന്ന് കാണാം. 2 ദിവസം വീട്ടിൽ വെറുതെ ഇരുന്നപ്പം വീട്ടുകാരൊക്കെ സ്വഭാവം മാറാൻ തുടങ്ങി. അതങ്ങനെ തന്തമാരെ കണ്ടല്ലേ മക്കള് പഠിക്കുന്നേ? അതെന്തോടി തന്തമാര്? എന്നെ കാണാൻ വരുന്നു. നീ സൂപ്പറാ സംഭവം. എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ജന്തു ഉണ്ടായ? കുളിക്കാൻ തലയിൽ വെള്ളം ഒഴിക്കുമ്പോ അവള്, ഊണ് കഴിക്കാൻ കഴിക്കുമ്പോ അവള്, പഠിക്കാൻ പുസ്തകം എടുത്തു വെച്ചാൽ അവള് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് സജിക്കൊന്നും മനസ്സിലായില്ല. എടാ, നിന്റെ ഈ സംശയമാണ് പ്രധാനം. അപ്പൊ എങ്ങനെ കാര്യങ്ങള് പോകുന്നതിന് മുമ്പുണ്ടാവോ കല്യാണം? പടം എങ്ങനെയാണ് ഇപ്പൊ തിയേറ്ററിൽ നിന്നുള്ള റെസ്പോൺസ്? തിയേറ്റർ നല്ല റെസ്പോൺസ് ആണ്. എല്ലാരും വിളിച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എല്ലായിടത്തും ധർമ്മൻ ചേട്ടൻ ആഘോഷം തുടങ്ങി എന്നുള്ളത് അറിഞ്ഞു. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ധർമ്മൻ ചേട്ടന്റെ ആഘോഷം കാണാനുണ്ട്. എന്തായാലും വിഷ്ണു, അപ്പൊ ഇന്ന് നമ്മള് നിത്യഹരിത നായകനും ആഘോഷിക്കണം, നമ്മുടെ കരിങ്കണ്ണനെയും ആഘോഷിക്കാൻ പോകും. ഈ രണ്ടുപേരെയും ഒരുമിച്ച് ആഘോഷിക്കണം പ്രചോട്ടം നമ്മള്. ഓക്കെ, അപ്പൊ രണ്ടുപേരെയും പ്രചോദനോടൊപ്പം ആ ഇരിപ്പിടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പറയാം കേട്ടോ. താങ്ക് യു.
കിടിലൻ കോമഡി ഉത്സവം പവർഡ് ബൈ സിൽക്കോണിൽ ഇനി ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. ഇപ്പോ നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത് വിജയകാന്ത് ഗണേഷ്. അതായത് വിജയകാന്തിന്റെ ഫിഗറുമായി സേലത്ത് നിന്നും ഗണേഷ് കാണാൻ നമുക്ക് ഒരു പ്രോപ്പർ ഷോ ആണ്, ഫിഗർ ഷോ ആണ് നമുക്ക് കാണാം. അടുത്തത് ധനുഷ് പാണ്ഡി ഫ്രം തിരുപ്പൂർ. കാണാം എല്ലാരും നല്ല കൈയടിയോടെ. அமுல் பேபி, ரகுவரன் இது வரைக்கும் நீ வில்லனா தானே பார்த்துருக்க, ஹீரோவை பார்த்தது இல்லையா? இனிமே பார்ப்பேன். யார் இடத்துல வந்து யார் சீன் போடுறது செஞ்சிருவேன். லாரன்ஸ் பாலா திருப்பூர். ஏய், நீ மோசமானவனா? நான் ரொம்ப மோசமானவன். நீ பொறுக்கினா நான் கேடுகட்ட பொறுக்கி, நீ மாசுனா நான் பக்காமா. மொத்தத்துல சொல்லணும்னா காத்து கருப்பு பில்லி சூனியா அண்ட சராசரங்களை ஆட்டி படைக்கிற அராஜகம் பிடிச்சா அந்த அரக்கனோட மொத்தம் உருவண்டானா. ஒட்ட சிவா கெட்ட சிவானா. கதவை தொடர மாட்டேன் வெங்கல புள்ளே, சங்கிலி முங்கிலி கதவை தொடர நான் போட்டேன் வெங்கல புள்ளே. காய கல்பங்க கச்சி ஊட்டி நெல்லிக்கா ஊயே புளியங்க உப்பு கச்ச நெல்லிக்கா தாவணி தாரிக்கா கண்ணன் அமெரிக்கா வாயோரம் கோவக்கா வாத்தா தாம்பாவக்கா சுடுவர கத்தரிக்கா முடுவர முருகா சங்கிலி முங்கிலி கதவை தொடர நான் மாட்டேன் வெங்கல புள்ளே. மக்கள் செல்வன் விஜய் சேதுபதி, வினோத் காரக்குடி as விஜய் சேதுபதி. எப்படி இருக்கீங்க?
சாராக புரிஞ்சிட்டு போறாளே கக்க போசினா ஒரு கானா அடனா பாடி போட்டனே கட்டாட்டம் ஒண்ணு போ. எப்பவுமே பிரச்சனைனா பிரச்சனையை பார்க்காது, இந்த பிரச்சனைக்கான காரணம் என்னன்னு பாரு. ഒരു കഥ சொல்லிட்டேன் സാർ. ഇനി തമിഴകത്തിന്റെ ശരിക്കും പറഞ്ഞാൽ കൺകണ്ട കടവുൾ എന്ന് എടുത്ത് പറയാവുന്ന നമ്മുടെ MGRന്റെ ഫിഗറുമായി MGR റഹ്മാൻ ഫ്രം പളനി. உண்மை சொல்றேன், நீங்க என்ன தேர்ந்தெடுப்பீங்கன்னு நான் எதிர்பார்க்கவே இல்லை. மூத்தவங்க என்னை வாழ்த்துங்க, இளைஞர்கள் எல்லாம் எனக்கு கை கொடுங்க. நன்றி. பச்சை கிளி முத்துச்சரம் முல்லை கொடியாறு, பச்சை கிளி முத்துச்சரம் முல்லை கொடியாறு, பாவை என்னும் பேரில் வரும் தேவன் மகள் நீ. மன்னன் என்னும் பேரில் வரும் தேவன் மகள் நீயோ. பொன்னின் நிறம் பிள்ளை மனோ வள்ளல் குணம் யாரோ, மன்னன் என்னும் பேரில் வரும் தேவன் மகன் നീയോ. ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ അവർ നമുക്ക് വേണ്ടി ഇവിടെ പെർഫോം ചെയ്തതിന് വളരെയധികം നന്ദി. അതിന് ആദ്യം ഒരു നല്ല കൈയടി. മാത്രമല്ല അവിടുത്തെ ടെലിവിഷൻ ഷോകളിലെ സ്റ്റാർസ് ആണ് ഈ നിൽക്കുന്നവരെല്ലാം. എവരി ഫിഗർ ഷോ എന്ന് പറയുന്നത് അവിടെ ഭയങ്കര സോർട്ട് ഔട്ട് ആയിട്ടുള്ള ഒരു ഷോ ആണ്. അപ്പൊ ഇവരെല്ലാവരും തന്നെ അവിടുത്തെ ഏറ്റവും വലിയ താരങ്ങളാണ്. സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ? വിജയ് திரைப்படத்தில் நடிச்சிருக்கோம். ஆனால் சின்ன சின்ன சீன் தான் வந்திருக்கோம். ஆனால் இங்கே நல்ல வாய்ப்பு கொடுத்துருக்கீங்க. கேரள மக்களுக்கு எங்களுடைய தமிழ்நாட்டின் சார்பாக நன்றி தெரிவிச்சுக்கிறேன். താങ്ക് യു ചേട്ടാ. നമ്മൾ ആദ്യം ഇവരോട് നന്ദി പറയണം. കാര്യം ഇവർ അവിടുത്തെ സൂപ്പർ സ്റ്റാർസുകളാണ് ടി വിയിലുള്ള. അപ്പം നിങ്ങൾ അവിടുന്ന് ഇവിടെ വന്ന് കോമഡി ഉത്സവത്തിൽ വന്ന് ഒരു ഷോ ചെയ്യുക എന്ന് പറയുന്നതിന് ആദ്യം ഞങ്ങളുടെ പേര് നിങ്ങൾക്ക് വലിയൊരു നന്ദി പറയാം. പിന്നെ നിങ്ങളുടെ ഫിഗർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം എല്ലാം നീറ്റാണ് ചെയ്തതെല്ലാം. ഒരു മേക്കപ്പിലാണെങ്കിൽ പോലും കോസ്റ്റ്യൂംസിലാണെങ്കിൽ പോലും വളരെയധികം ഞെട്ടിക്കുന്ന ഫിഗറുകളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കാണ് അഭിമാനം. കാരണം ഇവിടുന്ന് ഒരു കലാകാരൻ വന്ന് അങ്ങനെ ടി വി ഷോസ് ഒന്നും ചെയ്തിട്ടില്ല. അവിടുന്ന് ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ എങ്ങനെയാണ് വന്നത്, ഈ ഷോയ്ക്ക് എങ്ങനെയാണ് വന്നത്? ആ വന്നതിന് കാരണക്കാരനായിട്ടുള്ള ആള് അവിടെ നമ്മളുണ്ട്. പ്രകാശ് ചേട്ടാ വരും. പ്രകാശ് ചേട്ടാ വരും. പാലക്കാട്ട് നിന്ന് നേരത്തെ നമ്മുടെ ഇവിടെ വന്ന് നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള വ്യക്തിയാണ് പ്രകാശ് ചേട്ടൻ. ഓക്കെ, പ്രകാശ് ചേട്ടനാണ് ഈ ഫുൾ ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത്. താങ്ക് യു പ്രകാശ് ചേട്ടാ. എന്തായാലും നമ്മൾ പ്രത്യേകിച്ച് തമിഴ് എന്ന് പറയുന്ന ആൾക്കാർ അവിടുത്തെ സ്റ്റാർസിനെയൊക്കെ സ്നേഹിക്കുന്നത് അതുപോലെയാണ്. അവർ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ജോലിയൊക്കെ ഉണ്ടോ അതോ ഇത് തന്നെ പ്രൊഫഷൻ? നമ്മുടെ ഇത് അങ്ങനെ நான் தறி வச்சிருக்கேன், நெசவு டவல் உற்பத்தி. ஓகே, இது நான் ஒரு 33 வருஷமா ஸ்டேஜ் ப்ரோக்ராம் பண்ணிட்டு இருக்கேன். நாடகத்துறையில் நடித்து அதுக்கப்புறமா இந்த டான்ஸ் ஃபீல்டு கிட்ட 20 வருஷம் ஆயிடுச்சு. 20 வருஷமா நாங்கள் தமிழ்நாடு, கேரளா, கர்நாடகா, ஆந்திரா எல்லா ஸ்டேஜ்லேயும் ஸ்டேஜ் ப்ரோக்ராம், ஊரில் திருவிழா ப்ரோக்ராம் பண்ணுவோம், கல்யாண ப்ரோக்ராம் பண்ணுவோம். இதுதான் நம்முடைய பண்ணக்கூடிய. താങ്ക് യു. എന്തായാലും ഈ ഷോ നല്ലൊരു കളർഫുൾ ആക്കി തന്നു. MGR സാർ ആണെങ്കിലും ലോറൻസ്, അതുപോലെ ധനുഷ്, നമ്മുടെ വിജയൻ സാർ, വിജയ് സേതുപതി, സൂപ്പർ ഗംഭീരം. எங்களுக்கு வாய்ப்பு கொடுத்த இந்த ஃப்ளவர்ஸ் டிவிக்கு எங்களுடைய மனமார்ந்த நன்றியை தெரிவிச்சுக்கிறோம் சார். சார் உங்களுக்கெல்லாம் எங்களோட நன்றி. தமிழை கொல்ல பண்ணாத. ரொம்ப நன்றிங்க. எங்களோட ஷோயில வந்ததுக்கு உங்களுக்கு தேங்க்ஸ். ரொம்ப நன்றி, ரொம்ப நன்றி. நீங்கள் அங்கே இருக்கிற பெரிய ஆர்டிஸ்ட்னு தெரியும். அப்போது இங்கே எங்களோட கேரள மக்களுக்காக வந்ததில் ரொம்ப தேங்க்ஸ். உங்களுக்கு இன்னொரு பெருமை இருக்குது. ஏன்னா மலையாளத்தில் இருக்கிற ഏറ്റവും பெரிய കോമഡി ഷോ ഇത്.
அதுல ഇതൊക്കെ അവർക്ക് கண்டிப்பா മനസ്സിലാവണം. எல்லாரும் சொல்லியிருக்காங்க சார். நான் வந்து தமிழ்நாட்டிலே கேள்விப்பட்டிருக்கேன். தமிழ்நாட்டில் நான் கேள்விப்பட்டேன் இந்த ஃப்ளவர்ஸ் ஷோ ஃப்ளவர்ஸ் டிவியில் இந்த காமெடி ஷோ ரொம்ப ஹிட்டாக போயிட்டு இருக்கு. அதனால தான் நாங்களே இங்கே வந்தோம். அதுக்கு எங்களுக்கு இங்கே கூட்டிட்டு வந்த பிரகாஷ், பாலக்காடு பிரகாஷுக்கு எங்களுடைய எல்லா சார்பாக நன்றி தெரிவிச்சுக்கிறோம். பிரகாஷ் അപ്പോ രാജേട്ടാ எல்லாருமே நல்லா பண்ணிருக்கு, நைஸா பண்ணிருக்கு, சூப்பர். ஓகே, இனியும் நாங்கள் கூப்பிடுவேன், நீங்கள் சீக்கிரம் வந்து அதாவது பெர்ஃபார்ம் செய்து போக சூப்பர். கண்டிப்பா ரொம்ப நன்றி சார். ஏன் தமிழ் எப்படி இருக்கு? மிக மிக அருமையா இருக்கு சார். അപ്പോ ഏതായാലും ടിക്ടോക്കേഴ്സ് ആണല്ലോ അല്ലേ ഈ ഇരിക്കുന്നവർ മുഴുവൻ ടിക്ടോക്കിന്റെ. അപ്പൊ ഈ പറഞ്ഞ സംഭവം മുഴുവൻ ഇപ്പൊ നമ്മൾ ടിക്ടോക്ക് പോലല്ലേ ഉണ്ടായിരുന്നേ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് പറയണം, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? ഇത് വലിയ ടിക്ടോക്ക് ഗ്രൂപ്പാണ് കേട്ടോ ഇവരുടെ. അപ്പോൾ എന്തായാലും താങ്ക്സ് ലോട്ട് ഫോർ കമ്മിങ്. നമ്മുടെ പ്രിവിലേജ് ആണ് നിങ്ങളെല്ലാവരും ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത്. വിജയർ സർ, വണക്കം സർ. ഓക്കെ, താങ്ക് യു. പ്രകാശ് ചേട്ടാ, താങ്ക്സ് ലോട്ട് ഫോർ ബ്രിങ്ങിങ് ദം ഓൾ ഹിയർ കേട്ടോ. കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ സിൽക്കോണിൽ. ഇനി സ്പോട്ട് ഡബിംഗ്. ഒരു സ്പോട്ട് ഡബിംഗ് അല്ല, ഒരു 3 പേരുടെ സ്പോട്ട് ഡബിംഗ് ഒരുമിച്ച്. ലെറ്റ്സ് വെൽക്കം എബിൻ, സേതുലക്ഷ്മി ആൻഡ് അജേഷ്. നിങ്ങൾ 3 പേരും കൂടി വന്നേക്കുന്നുണ്ടെങ്കിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ചാണല്ലോ. അതെ അതെ. അപ്പൊ അതെന്താ സംഭവം? 4 പേർക്കാണ് ഡബ് ചെയ്യുന്നത്. 3 പേരുണ്ട്, 4 പേർക്ക് ഡബ് ചെയ്യാൻ. അതെ അതെ. ഓക്കെ, വിജയ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ബാക്കിയുള്ള സോങ് ഉണ്ട്, ഒരു വീഡിയോ ഉണ്ട്. അല്ല, ഫീമെയില് സമന്തയും ആൻഡ്രയും ഞാൻ ചെയ്യണം. ഓ അത് ശരി. വിജയ് അറിയാം, വേറെ ഒന്നും പറയണ്ട. വിജയ്, വിജയ്ക്ക് കട്ട സപ്പോർട്ട് മോട്ടർ രാജേന്ദ്രൻ. ഓക്കെ. അപ്പോ തമിഴിലെ ഒരു പടം തന്നെ നമ്മൾ ഇന്നിപ്പോ കാണാൻ പോവാണ്. ഓൾ ദി ബെസ്റ്റ്. 3 പേർക്ക് നല്ലൊരു ഗൈഡ് കൊടുത്ത് നമുക്ക് അങ്ങോട്ട് വിടാം കേട്ടോ. ഗൂഗിൾ ഗൂഗിൾ പണി பார்த்தேன் உலகத்தில இவ போல இங்க இன்னொருத்தி பிறந்ததில்ல. ஐயாவு யாவு பண்ணி பார்த்தோம் இவளை போல இந்த கிரகத்திலும் இன்னொருத்தி கிடைக்கவில்லை. இவ டேட்டிங்காக டின்னர் போன ஸ்டார்டர் நான் தானே, ஷாப்பிங் போக கூட்டி போன ட்ரோலி நான் தானே, மூவி போன சோக சீனில் கர்ச்சிஃப் நான் தானே. பாக்குதா இப்படி ஆளுதா அப்படி. ஹாய். ஹாய் ஹாய். இன்னைக்கு தான் முதல் தடவை படம் கட்டி பார்த்தேன்ப்பா. பார்த்தா எனக்கு அழகா வந்துச்சு. சரி, இந்த அழகெல்லாம் வேஸ்ட் ஆடக்கூடாதுன்னு தான் பாஸ்க்கு ஃபோன் பண்ணேன். ஓ, அழகா ரெஸ்டிங்களா? நான் போலாமா? இந்த எக்ஸஸ் அழகு எங்க போகுன்னு தெரிஞ்சிருக்கலாமா? ஃப்ரெண்டோட வளகாப்புக்கு. எதுல போகுது? ஆட்டோல தான். அத்தானோட இத்தம் பெரிய வண்டி காத்து வாங்க நிக்குது. நீங்க ஆட்டோல போக போறேன்னு சொல்றீங்களே? இல்லப்பா, கவர்மெண்ட் வெஹிக்கிள். கவர்மெண்ட்னா என்ன? கவர்மெண்ட் என்ன ராய்ந்த? சார் நீங்களே பெட்டரா ஜோதிச்சு வச்சிருங்க, சொல்லுங்க சார். அவள் கவர்மெண்ட்னா ஃபார் தி பீப்பிள் பை தி பீப்பிள் ஆஃப் தி பீப்பிள். என்ன ராய்ந்த? ஆமா ஆமா. நீங்க வாங்க, நம்ம வண்டியில போகலாம். என் ஃப்ரெண்ட்ஸ் வரலாமா? ஆஃப் கோர்ஸ் பேபி. தாராளமா பின் சீட்ல 3 பேர் உட்காரலாம். ராஜேந்தர், எஸ் சார். அடல்ட் பேசன் நகர்ல ஷார்ட் எப்படி போகுது? செங்கல்பேட்டு பைபாஸ் எடுத்து ரெட்ஃபீல்ட் வழியா மதுரவயல் ரோடு பிடிச்சு போறா. ஷார்ட்டா ஒரு 2 ஹவர்ஸ்ல போடலாம் சார். എന്തായാലും സേതുലക്ഷ്മി, നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഇത് ഗംഭീരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വ്യക്തമായിട്ട് അറിയാം എല്ലാവരും. അതേ രീതിയിൽ നിലനിർത്തി എന്നുള്ളതാണ് ആ പ്രതീക്ഷയൊക്കെ. ചേട്ടാ, എബിൻ, അജേഷ് ആൻഡ് സേതുലക്ഷ്മി, നിങ്ങൾ 3 ചെയ്യുമ്പോൾ ഇപ്പം മിഥുൻ പറഞ്ഞ പോലെ നമ്മളൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് നിങ്ങൾ എന്ത് വന്നിവിടെ ചെയ്താലും സ്പോട്ടപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ആ സിനിമയിലെ സീൻ എന്ന് പറയുന്ന എനിക്കൊന്ന് സാമന്ത അല്ലേ ആദ്യമായിട്ടാണ് സ്പോട്ടപ്പ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. സേതുലക്ഷ്മി വളരെ ഗംഭീരമായിരുന്നു. ഞാൻ സിംഗറാണ് ചേട്ടാ ബേസിക്കലി. അതെ. കോമഡി ഉത്സവം കണ്ട ഒരു ആഗ്രഹം കൊണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എബിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് എബിനും അജേഷ് ചേട്ടനും വന്നത്. ഓക്കെ. ഓ, എന്തായാലും ഗംഭീരമായിരുന്നു. കാര്യം അന്ന് പോലും വന്ന് മിമിക്രി ചെയ്തപ്പം നമ്മൾ കണ്ടതാണ്. ഒരുപാട് സിംഗേഴ്സിനെ അനുകരിച്ചിട്ടുണ്ട് സേതുലക്ഷ്മി. അതുപോലെ എബിൻ വിജയ് ചെയ്താൽ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആളാണ്. അജേഷ് ഗംഭീരമായിരുന്നു. 3 പേരുടെയും കോമ്പിനേഷൻ സീൻസ് വളരെ നന്നായിട്ട് വർക്കൗട്ടായി.
ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു. ഓക്കെ വിഷ്ണു ഗംഭീരമായിരുന്നു. എബിൻ്റെ വിജയ് ഈ പറഞ്ഞ പോലെ അതിഗംഭീരമാണ്. പക്ഷെ പാടുകയും ചെയ്തു, ഗംഭീരമായിട്ട് പാടി. സേതുലക്ഷ്മി സിംഗറാണെന്ന് പറഞ്ഞു, സിംഗറുമാണ്. ഇപ്പൊ സമന്തയ്ക്ക് ഡബ് ചെയ്ത് ഉഗ്രനുണ്ട്. അജേഷ് ഭായിയും കലക്കനായിരുന്നു. ഈ രാജേന്ദ്രന്റെ സൗണ്ട് എങ്ങനെയാവും ഇങ്ങനെ കാത്തിരിക്കായിരുന്നു. ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ. പുള്ളി നേരത്തെ സ്പോട്ട് അപ്പ് ചെയ്തിട്ടുണ്ട്. ആ അസലായിരുന്നു. സാജേട്ടാ ആരെ പേരെടുത്ത് പറയാനുള്ള 3 പേരും വളരെ ഗംഭീരമായിട്ട് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ പെർഫോമൻസ് കാണുന്നത്. ഞാൻ എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല, പക്ഷേ വളരെ ഗംഭീരമായിരുന്നു. ഇപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങനെ മാറ്റി നിർത്തി. സേതുലക്ഷ്മി അല്ലേ, സേതുലക്ഷ്മിയോട് പറയാനുള്ളത്, മിമിക്രിയിൽ ഇപ്പോൾ ഒത്തിരി ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട്. ദേവി ചന്ദന, സുബി, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ അവരാരും മിമിക്രി കാണിച്ചിട്ട് മിമിക്രി കാണിച്ചു വന്നവരല്ല. അവരെല്ലാവരും ഡാൻസേഴ്സ് അങ്ങനെയൊക്കെയാണ്. പക്ഷെ സ്കിറ്റ് കളിച്ചുകൊണ്ട് അവർ വന്നത്. പക്ഷെ മിമിക്രി കാണിച്ചു വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ സിംഗറാണ്. അതിലുപരി സേതുലക്ഷ്മി നല്ല ഗംഭീര ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. നന്നായിട്ട് നല്ല വോയിസാണ്, നല്ല രസമുള്ള വോയിസാണ്. അപ്പം ഇനി നമ്മുടെ മലയാളത്തിൽ ഒത്തിരി പടങ്ങൾ ഡബ്ബ് ചെയ്യാൻ കിട്ടട്ടെ, അതിനുവേണ്ടി ഒന്ന് ട്രൈ ചെയ്തോ. നല്ല ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും 3 പേർക്കും. ഓക്കെ, താങ്ക് യു ഓൾ 3 of you. ഗംഭീരമാക്കി കേട്ടാ. താങ്ക്സ് ലോട്ട് ഫോർ കമ്മിങ് കേട്ടാ. എല്ലാവരും നല്ലൊരു കൈ കൊടുക്കും. കിടിലൻ കോമഡി ഉത്സവം പവർഡ് ബൈ സിൽക്കോണിൽ. ഇനി വൈറൽ വീഡിയോ സെഗ്മെന്റ്. വരാൻ പോകുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. വിരലുകൾ കൊണ്ട് വേഗവിസ്മയമൊരുക്കുന്ന ഒരു അനുഗ്രഹീത കലാകാരി നീലിമ. കൊല്ലം ജില്ലയിലെ അഞ്ചൽ അഗസ്ത്യക്കോട് നിന്നും കോമഡി ഉത്സവ വേദിയിലേക്ക് എത്തുന്ന നീലിമ ഫിംഗർ ട്യൂട്ടിംഗ് എന്ന കലാപ്രകടനത്തിലൂടെയാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാകുന്നത്. ബാംഗ്ലൂർ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ഈ കലാകാരി യൂട്യൂബിലെ വീഡിയോകൾ കണ്ടാണ് വിരലുകൾ കൊണ്ടുള്ള ഈ മായിക പ്രകടനം പഠിച്ചെടുത്തത്. കുടുംബത്തിന്റെ ഏക ആശ്രയമായ നീലിമ നൃത്തത്തിലും മികവ് തെളിയിച്ചിട്ടുണ്ട്. വ്യത്യസ്തതകളെ എന്നും സ്വാഗതം ചെയ്യുന്ന കോമഡി ഉത്സവ വേദിയിലേക്ക് നീലിമയ്ക്ക് സ്നേഹസ്വാഗതം. ഞാൻ കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. പ്ലാസ പ്രീമിയം. അവിടെ പ്ലാസ പ്രീമിയത്തിൽ ലോഞ്ചിൽ. ഓക്കെ. അപ്പോ ഇന്ന് നമുക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോണേ? ഞാൻ ചെയ്യാൻ പോകുന്നത് ഫിംഗർ ടട്ടിംഗ് ആണ്. ഫിംഗർ ടട്ടിംഗ്. ഓക്കെ. വിരലുകൾ കൊണ്ടുള്ള ഡാൻസ് അല്ലേ, മറ്റേ ടട്ടിംഗ് പരിപാടി. ടട്ടിംഗ്. ഓക്കെ, സോ കാണാം അല്ലേ. നീലവാനം മേടപ്പാടം മേലെ ശ്യാമരാഗം വെണ്ണേകപ്പാടിൽ മരനിരളും പൊന്നാനച്ചന്ദ്രം കൈതപ്പൂവിൻ കന്നിത്തുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണത്തുളുമ്പിയ മധുര നൊമ്പരം. മാനത്തൊരു പൊൻതാരകം മഞ്ചാടി മണിക്കപ്പു തുറന്നില്ലേ, നെന്മായ കണ്ണിൽ മൈയിട്ട് മയക്കിയില്ലേ, കയ്യിൽ കരിവള തരിവള കിലുവില ചിരിക്കുമ്പോ കൽവിന് കുളിരല്ലേ. गजरा मोहब्बत वाला अखियों में ऐसा डाला, गजरा मोहब्बत वाला अखियों में ऐसा डाला, गजरे न ले ली मेरी जान, हाय रे मैं तेरे कुर्बान. അരികിൽ പതിയിടനെഞ്ചാരോ മൂടും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീനം, മഴയേ അവളറിയാതെ
நிலவை வைத்தவன் யாரு கையோடு சிக்காமல் காற்றை வைத்தவன் யாரு இதை எண்ணி எண்ணி இயற்கையை வியக்கிறேன் எட்டாத உயரத்தில் நிலவை வைத்தவன் யாரு സ്റ്റാർട്ടിങ് എവിടെ നിന്ന് പഠിച്ചു? ഞാൻ യൂട്യൂബിൽ ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടിട്ട് പഠിച്ചു. നോക്കി പഠിച്ചതാണല്ലേ? അത് എന്നിട്ട് ബാക്കിയെല്ലാം ഡെവലപ്പ് ചെയ്തതല്ലേ സ്വന്തമായിട്ടല്ലേ? എല്ലാം സ്വന്തമായിട്ടാണ്. കാലക്കനുണ്ട് കേട്ടോ. നീലിമ ഗംഭീരമായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊരു പുതിയ അനുഭവമാണ്. കാരണം ഇപ്പം ആദ്യം ഇതിന് ചോദിച്ചു ഇത് എവിടെ നിന്ന് പഠിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു നേരത്തെ വല്ല പഠിച്ച് ക്ലാസ്സിൽ പഠിച്ചെടുത്ത സാധനമാണ്. യൂട്യൂബിൽ നിന്ന് പഠിച്ചതാണല്ലേ? യൂട്യൂബിൽ നിന്ന് പഠിച്ചതാണ്. എന്തായാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഈ വാക്കുകൾക്ക് ഇത്രയും അർത്ഥമുണ്ട്, അല്ലെ പാട്ടുകൾക്കുള്ള അർത്ഥങ്ങളൊക്കെ ഫിംഗർ കൊണ്ട് വരച്ച് കാണിക്കുക എന്ന് പറയുന്നത് കോമഡി ഉത്സവത്തിൽ ആദ്യമായിട്ടാണ് വന്ന് ചെയ്യുന്നത്. എന്തായാലും പുതിയൊരു അനുഭവമായിരുന്നു. ഓൾ ദി ബെസ്റ്റ് നീലിമ. താങ്ക് യു സർ. വിഷ്ണു അല്ല, ആ മ്യൂസിക്കിന്റെ ഋതത്തിനനുസരിച്ചൊക്കെയാണ് ഓരോ വിരലുകളൊക്കെ ഇങ്ങനെ മടങ്ങണൊക്കെ. ഞാൻ നൈസായിട്ട് ചെയ്തു നോക്കി, പണി പാളി. ഗംഭീരമായിരുന്നു കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. സൂപ്പർ, നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ഇത് എങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഇപ്പൊ വിഷ്ണു പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇങ്ങനെ അടിച്ചൊക്കെ 8 വീഴുള്ളൂ വിരലെല്ലാം കൂടി. ആകെ നമുക്ക് ഈ 5 വിരൽ കൊണ്ട് ചോറ് വാരി കഴിച്ചാൽ പകുതിയും താഴ്ത്തു പോകണതാ. എൻ്റെ ഇന്ന് അങ്ങനെ പോകും. ആകെ അറിയാവുന്ന ഒരൊറ്റ ഇതാണ്, വൈഫ് എവിടെയെങ്കിലും കമ്പനി അടിച്ച് വിളിച്ച് കഴിയുമ്പോൾ പറയും പോരാ, ഇത് മാത്രമേ പറ്റുള്ളൂ. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനി വരുന്ന പ്രാവശ്യം എല്ലാം കോമഡി ഉത്സവത്തിൽ ഇതിലും ഗംഭീരമായിട്ട് ചെയ്യാൻ അടുത്തടുത്ത പെർഫോമൻസുമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എനിക്ക് സുധീഷിനോടാണ് പ്രത്യേകം നന്ദി പറയേണ്ടത്. കാരണം സുധീഷാണ് നിലിമയുടെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും പ്രീമിയം ലോഞ്ചിലുണ്ടായിരുന്ന GSO സുധീഷ് ചേട്ടൻ വഴിയാണ് ഞാനിവിടെ വരുന്നത്. അതെ, സുധീഷ് ചേട്ടന് ഒരു വലിയ താങ്ക് യു. താങ്ക് യു സുധീഷ്, നിലിമയെ നമുക്ക് പരിചയപ്പെടുത്തിയതിനും. താങ്ക് യു നിലിമ. താങ്ക്സ് ലോട്ട് കേട്ടോ. ഇനിയും വരണം കേട്ടോ. താങ്ക് യു ലോട്ട്. എല്ലാവരും നല്ലൊരു കാര്യം പ്ലീസ്. കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ സിൽക്കോണിൽ മിമിക്രി കോമ്പറ്റീഷൻ. എൻ്റെ കൂടെ വരുന്നു രാജേഷ് അടിമാലി ആൻഡ് ഫൈസൽ. ഇനിയും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? ഫൈസൽ, വെൽക്കം. ടിനിച്ചേട്ടൻ പോയെങ്കിലും നമുക്ക് ടിനിച്ചേട്ടനെ തിരിച്ചു കിട്ടിയ പോലെ ഉണ്ട് അല്ലേ? ആരൊക്കെയാ ലിസ്റ്റിലുള്ള? ലാലു ലക് സാറ്, ബാബു നമ്പൂരി, MS തൃപ്പൂണിത്തുറ. നമ്മൾ ടിനിച്ചേട്ടൻ പ്രതീക്ഷിച്ചത്, അതുകൊണ്ടാണ് ആദ്യമേ ലിസ്റ്റ് വെച്ചത്. അപ്പോ എന്ത് ചെയ്യുന്നു? ഞാൻ അലൈനിലാണ്. ശരി. അഡ്ലോക്ക് എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. ദുബായ് ഓഡിഷനിൽ സെലക്ട് ആണ്. ലവ്ലി. ഓക്കെ. അപ്പോ അലൈനിൽ നിന്ന് ആ വർക്കിംഗ് ഡേ അവിടോട്ട് വന്നല്ലേ? ശരിക്കും സാറ്റർഡേ ആയിരുന്നല്ലോ അല്ലേ? സാറ്റർഡേ അന്ന് ഡ്യൂട്ടി ആയിരുന്നു. ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ട് മോർണിംഗ് ഓഡിഷന് പോയിട്ട് നൈറ്റ് ഡ്യൂട്ടി കയറി. അന്ന് ഒരു സൗണ്ട് പോലെ ഭയങ്കര സിമിലർ അല്ലേ? ടിനിച്ചേട്ടന്റെ സൗണ്ട് ആയിട്ട് സിമിലർ ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്? ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശരി, ആ ചുണ്ടിന്റെ രീതി വരെ ടിനിച്ചേട്ടനാണ്. ഞാനത് ട്രൈ ചെയ്ത് നോക്കി. ഒന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയാ ബാക്കി എല്ലാത്തിനും മുമ്പ്. കോമഡി ഉത്സവത്തിൽ വരുന്ന ഓരോ വ്യക്തികളും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോൾസെയിൽ കടയിൽ കയറിയിട്ട് സാധനങ്ങൾ ചോദിക്കുന്ന പോലെ ഏത് ചോദിച്ചാലും അവരുടെ കയ്യിൽ സാധനം ഉണ്ട്. ഇത് എന്തായാലും ഗിന്നസ് വേൾഡ് ഓഫ് റെക്കോർഡിൽ എന്തായാലും വരും. ഞാനൊരു ഉമ്മ വെച്ചോട്ടെ. സൂപ്പർ. ഇനി ടിനി ചേട്ടൻ്റെ ഫിലിമിലെ എവിടെയല്ലോ പ്രാഞ്ചേട്ടൻ സിനിമയിലെ ഹലോ ജോസ് ഡോക്ടർ അല്ലേ? സംശയാസ്പദമായ സാഹചര്യത്തിൽ നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ, ഓമന ഡോക്ടർ ഹരിപ്രാഞ്ചിന്റെ വീട്ടിൽ കയറി പോകുന്ന കണ്ടല്ലോ. വെറുതെ ഒരു കുടുംബം തകർക്കാന്ന് വെച്ചപ്പോ അതിൽ സമ്മതിക്കില്ലേ? ഭാര്യയെ വിശ്വസിക്കുന്ന കുറെ തെണ്ടികള്. കലക്കി എല്ലാരും. ഫൈസലേ, വന്ന് കേറി നമ്പറൊക്കെ പറഞ്ഞതിന് മുമ്പേ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാളെ പ്രസന്റ് ചെയ്തില്ലേ? അല്ല, ഇവിടെ വന്നപ്പോ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഭയങ്കര സാമ്യം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് കേട്ടോ. താങ്ക് യു സാർ. അപ്പോ നമ്മുടെ കോമഡി ഉത്സവത്തിൽ നിന്ന് ഓൾറെഡി പെൻഷനായിട്ട് തിരിച്ചു വന്ന ആളാണ്. എനിക്കൊരു സിനിമ കിട്ടുന്നവരെ ഞാൻ വന്ന് ചെയ്യും. എത്രയും വേഗം ചേട്ടാ. വിഷ്ണു, നീ എഴുതുന്ന നേരെ കൊണ്ടുപോകും സിനിമയിലേക്ക്. രാജേഷ്, ആരൊക്കെ ലിസ്റ്റില് പറ? ബിജു നാരായണൻ, KJ മാർക്കോസ്, പിന്നെ P ജയചന്ദ്രൻ. സൂപ്പർ. ഫൈസലിന്റെ നമ്പർ പറയും. നമ്പർ 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. മാലു നില്ല് പുല്ല് അളിയ എന്തോ നടിയത്? ഭാഗ്യവാനേ, നിന്നെ പോലത്തെ ഒരു ഭാഗ്യവാനില്ല. നീ ഒരു ലോട്ട് എടുത്താൽ ഇപ്പൊ അടിക്കും. കലക്കി. അടുത്തത്
Let's open number 8. എളുപ്പമാണ്. എരുമ. രാജേഷേ അയ്യോ, നീ ഇവിടെ താജ്മഹലൊന്നും പണിയണ്ട, ഇവിടെ സ്റ്റാർ ഷോ ഒന്നും അല്ല. രാജേഷ് ഞങ്ങളുടെ ക്രിക്കറ്റ് ടീമിലെ മെയിൻ ബോളറാ. രാജേഷ് ഓടി വരുമ്പോ ഞാൻ പലപ്പോഴും പറഞ്ഞ മൂരിക്കുട്ടന്റെ ഓട്ടോ എങ്ങനെ ഇത്ര കറക്റ്റ് കിട്ടിയല്ലേ? എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ അടുത്ത നമ്പർ ഫൈസൽ. നമ്പർ 5. Let's open number 5. നമ്പിയ നായർ. ഒരുപാട് മോഹം മനസ്സിൽ തോന്നിയപ്പോ വിട്ടുപോയി, താൻ വിട്ടുപോയി, പിന്നെ വിട്ടുപോയി. കുഴപ്പമില്ലട്ടാ. ഓക്കെ, നവ്യക്ക് എന്ത് ഈ സൗണ്ട്? ഓക്കെ, നമ്പർ 3. Number 3. Let's open number 3. ലാലു. വളരെ പേഴ്സണലായിട്ട് പറയാ, സോസേ നീ നമ്മച്ച തല്ലിയല്ലേ, തിരിച്ചു തല്ലാരും വിളഞ്ഞിട്ടല്ല, പേടിയായിട്ടാ. വിത്തിൻ 24 hours. ലാസ്റ്റ് നമ്പർ നമ്പർ 7. Let's open number 7. MS തൃപ്പൂണിത്തുറ. മംഗലശ്ശേരി തറവാടെന്ന് പറഞ്ഞ ആർക്കും അറിയാം, തനിക്കറിയോന്നറിയില്ല. എന്റെ മോള് സുഭദ്ര ഉള്ളിച്ചാടി കോളേജിലേക്ക് പഠിക്കാൻ വരുന്ന കുട്ടിയാ. തിരിച്ചു വന്നതേ ഒഴിയാവാതെയായിട്ടാ. താൻ അവിടെ വരെ വന്ന് ആ ബാധ എങ്ങനെയാണെന്ന് ഒഴിപ്പിക്ക. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഞാൻ പോവാ. സൂപ്പർ, ചെയ്യാറുള്ളതാണല്ലേ? താങ്ക് യു. ലിസ്റ്റിലുണ്ടല്ലോ അല്ലേ? ലിസ്റ്റിലുണ്ട് MS തൃപ്പൂണിത്തുറ. ഓക്കെ, കലക്കി. അപ്പൊ ലാസ്റ്റ് നമ്പർ 9. Let's open number 9. അമ്മച്ചു പറഞ്ഞേ പാപ്പിച്ചാന്റെ അപ്പച്ചന്റെ കടിച്ചമ്പില്ലേ അത് കംപ്ലീറ്റ് കത്തിക്കളയുന്ന മുകേഷ് ഏട്ടാ. ഇപ്പൊ പെടാന്തേട്ടാ. പ്രൊഡ്യൂസർ അല്ലേ? പടത്തിന്റെ പ്രൊഡ്യൂസർ അല്ലേ? അല്ലേ? മുതലാളിയാ. എന്റെ മുതലാളിയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്കൂൾ വിട്ടാ? എപ്പോഴും സ്കൂളിൽ പഠിക്കണ്ട. അപ്പോ ഏതായാലും അത് കലക്കി. രണ്ടുപേരുടെ ലിസ്റ്റ് കഴിഞ്ഞു. പ്രജോട്ടാ പ്ലീസ് കം. ഫൈസൽ, അപ്പൊ ഇനി ലിസ്റ്റിൽ രണ്ടുപേരും കൂടി അല്ലേ? ആരൊക്കെയാണ്? ഒന്ന് ബാബു നമ്പൂതിരി, ലാലു സാർ. ബാബു നമ്പൂതിരി. ഇല്ലത്തെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാ. പട്ടിണി എന്ന് വെച്ചാൽ മുഴുപട്ടിണി എന്ന് വേണമെങ്കിൽ പറയാം. ഭരത, ചൊവ്വാദോഷമുള്ള നിന്റെ പെങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടി കൊണ്ടുവന്ന ആലോചനയാ. നീയും നന്നായി പ്രാർത്ഥിക്കണം. ബാബു നമ്പൂതിരി സ്പെഷ്യലിസ്റ്റ് ആണ് ഇവിടെ നിൽക്കുന്നത്. താങ്ക് യു. അപ്പൊ അടുത്തത് ലാലു സാർ. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ അല്ലേ? ഓക്കെ, പറയ്. മനെ, നീ പോയില്ലടാ. പോകാൻ തോന്നുന്നില്ലല്ലേ? സാരമില്ല, അതങ്ങനെയാ. ഇനിയുമുണ്ട് ഒരുപാട് സമയം. പല ട്രെയിനുകളും വരാനും ബാക്കിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി നന്നായി വിസ്തരിച്ചിരുന്നെന്ന് ആലോചിക്ക്. എന്നിട്ടും പോകണമെന്നാണ് തീരുമാനമെങ്കിൽ ഞങ്ങളവിടെ വീട്ടിൽ കാത്തിരിക്കാം. എടാ മനെ മോളെ, ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ, നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനിന്ന് മദ്യപിച്ചല്ലോടാ ജോബേ. പിന്നെന്താ എനിക്ക് കരച്ചിൽ വരുന്നേ? പാട്ടുകളിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ, ആദ്യം മാർക്കോസ്. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യദീപമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹ ദൈവം, നിത്യഗീതമാർഗമാണു ദൈവം. അവ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. അവ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരു
ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം സത്യദീപമാർഗമാണു ദൈവം. നൽകി എന്നത്തെയും പോലെ നന്നായിരുന്നു. അടുത്തത് അടുത്ത് ബിജു നാരായണൻ ചേട്ടൻ്റെ വോയിസ്. അദ്ദേഹത്തിൻ്റെ മേരിക്കുട്ടി എന്ന ചിത്രത്തിലെ ദൂരെ ദൂരെ ഇതൾ വിരിയാനൊരു സ്വപ്നം കാത്തു നിൽക്കുന്നു, ജാലകം തുറക്കും കാറ്റിലൂടകലേ കണ്ടു മിഴിമീട്ടി മലത്തൂകും പുഞ്ചിരി മിന്നായം ഇന്നോ ഇനി എന്നോ മലർ പോകും നല്ലൊരു പൂക്കാലം. ഈ ട്രാക്ക് ആരാ അയച്ചെന്ന്? ഇത് ബിജു നാരായണൻ ചേട്ടൻ. ബിജുചേട്ടൻ തന്നെ അയച്ചു കൊടുത്ത ട്രാക്ക് അത്. അടുത്തത് പി ജെ ജയേന്ദ്രൻ സാറ്. ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം, എനിക്കെപ്പോഴോ തോന്നിയൊരിഷ്ടം. രാഗമായത് താളമായി, നീ എനിക്കാത്മാവിൻ ദാഹമായി. ശൂന്യമമെൻ ഏകാന്തതയിൽ പൂവിട്ടൊരനുരാഗമായി, നീയൊരു സ്നേഹവികാരമായി. ഒന്നിനുമല്ലാതെ. ആഹാ, ബാലഭാസ്കർ മ്യൂസിക് ചെയ്ത ആൽബം അല്ലേ? ഗംഭീരമായിരുന്നു. എന്തോ ഒരു പുതിയ സംഭവം ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നമ്മുടെ ലോക്കൽ ചാനലൊക്കെ വാർത്ത വായിക്കണ ഒരു ന്യൂസ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ചിരിപ്പൂരം അണിയിച്ചുകൊണ്ട് കോമഡി ഉത്സവം 300 എപ്പിസോഡ് കടന്നിരിക്കുകയാണ്. അതൊന്നും മാത്രമല്ല, കേരള ജനത കാത്തിരിക്കുന്ന ഗിന്നസ് റെക്കോർഡിലേക്ക് കോമഡി ഉത്സവം എത്തുകയാണ്. അതിൻ്റെ തത്സയ സംപ്രേഷണം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വോയിസ് ഓവർ നമുക്ക് കേൾക്കാം. കഴിഞ്ഞ വെള്ളി 7:30 മിഥിലാജൻ സംഘവും പൊറോട്ടയും ചിക്കനും കഴിക്കുന്നിടയ്ക്ക് പ്രോഗ്രാമിന്റെ കാര്യം മനസ്സിൽ ഓർമ്മ വന്നത്. 12 മണിക്കൂർ പ്രോഗ്രാം ചെയ്യുന്ന അവതാരകൻ മിഥുൻ തന്നെയായിരിക്കും. വേദിയിലെത്തുന്ന കലാകാരന്മാർക്ക് പ്രചോദനമാണ് കലാഭം പ്രചോദം, ടിനി ടോമും ബിജുക്കുട്ടനും. അതോടൊപ്പം തന്നെ പ്രോഗ്രാം ചെയ്യുന്ന വരുന്ന കലാകാരന്മാർക്ക് ഗ്രൂവറായ സതീഷിനെ ശിവകുഞ്ചിനെയും പേടിയാണ്. കൊച്ചിയിൽ നിന്നും അജയ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, മീഡിയ നെറ്റ്, അടിമാലി. ഈ സാധനം തന്നെ നമ്മുടെ പൃഥ്വിരാജിന്റെ പുതിയ മുഖം എന്ന ചിത്രത്തിൽ തള്ളി തോപ്പിക്കാനോ ജയിച്ച് കാണിക്കാനോ തിരിച്ചു വന്നല്ല. ആ വോയിസ് ഈ വാർത്ത വായിച്ചാൽ എങ്ങനെയിരിക്കും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തല്ലിത്തോപ്പിക്കാനോ ജയിച്ചു കാണിക്കാനോ തിരിച്ചു വന്നതല്ല, ജീവിക്കാൻ പഠിക്കാൻ വേണ്ടി താളം കൊട്ടി മാത്രം ശീലിച്ചൊരു ശുദ്ധ ബ്രാഹ്മണനാണ് ഞാൻ. എൻ്റെ കാലിൻ്റെ താഴെ ഇപ്പോൾ നിന്റെ നെഞ്ചു പിടയ്ക്കുന്ന താളമാണ്. ഞാനൊന്ന് ആഞ്ഞു ചവിട്ടിക്കഴിഞ്ഞാൽ കച്ചേരിക്ക് കൊട്ടി നിർത്തുന്ന പോലെ ഇതും നിലയ്ക്കും. ഇത് നമ്മൾ കളിച്ചാൽ നമ്മളിൽ ഒരാളെ ഉണ്ടാകൂ, അത് നീയായിരിക്കില്ല. കൊച്ചിയിൽ നിന്നും അജയ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, മീഡിയ നെറ്റ്, അടിമാലി. ഫൈസലിന്റെ എല്ലാ ഇതും കഴിഞ്ഞു. പ്രചോട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം ഫൈസലിലേക്ക് വരാം. ഫൈസൽ ഗംഭീരമായിരുന്നു. ഈ പറഞ്ഞ പോലെ ടിനിയുടെ ഒരു അഭാവം ഫൈസൽ നികത്തി എന്നുള്ളതാണ്. കാരണം ടിനി അവിടെ ഇരിക്കുന്ന പോലെ തന്നെ, ടിനി ഇവിടെ നിൽക്കുന്ന പോലെ തന്നെ സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ടിനിയുടെ സ്പോട്ട് ഡബ് വിത്ത് ഡ്യൂപ്പായിട്ട് വന്ന് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ എനിക്ക് ലീവ് ഇട്ട് വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സ്പോട്ട് ഡബ് ആയിട്ട് ടിനി സാറിന്റെ സ്പോട്ട് ഡബ് ആയിട്ട് വരുന്നത്. എടുത്ത 3 സ്റ്റാർസും ഗംഭീരമായിരുന്നു. ബാബു നമ്പൂരി, അതായത് തൃപ്പൂണിത്തറ, MS തൃപ്പൂണിത്തറ, എല്ലാവരും ഗംഭീരമായിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് എന്നുള്ളൊരു പേടിയൊന്നും ഇല്ല. അത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ കോമഡി ഉത്സവത്തിന്റെ അടുത്തൊരു കുടുംബാംഗത്തെ കിട്ടിയിരിക്കുകയാണ് അല്ലേ?
നല്ലൊരു കുടുംബാംഗത്തെ അതെ, വീട്ടിലേക്ക് മാത്രമല്ല ടിൻചേട്ടൻ ഇല്ലാത്തപ്പോഴേക്കും ഇങ്ങോട്ട് പോരും. അതെ ഇടയ്ക്ക് തീർച്ചയായിട്ടും എനിക്ക് ഒഴിവിട്ട സമയങ്ങളിൽ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അടുത്ത വർഷത്തിൽ 1 മാസം ലീവ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വന്നിരിക്കും. ഞാനിപ്പോൾ ഫാമിലിനെ വിട്ടിട്ട് ഇന്നിപ്പോൾ 5ാമത്തെ ദിവസമാണ് ഇവിടെ നിൽക്കുന്നത്. രക്ഷപ്പെട്ടല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഇപ്പോൾ ഫോൺ വിളിച്ചാൽ എടുക്കാത്ത അവസ്ഥയിലാണുള്ളത്. ഓക്കെ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫൈസൽ. താങ്ക് യു സർ. പിന്നെ രാജേഷ് നമ്മുടെ അംഗമാണ്. ഈ പറയുന്ന പോലെ ഷോയിലൊക്കെ ഒരു മസ്റ്റ് ഘടകമായി മാറിയിരിക്കുകയാണ് കോമഡി ഉത്സവം ഫെയിമായ രാജേഷ്. രണ്ടുപേർക്കും ഒരുപാട് വേദികൾ കിട്ടട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓക്കെ വിഷ്ണു, ഇതിനിടയ്ക്ക് ധർമ്മജന്റെ ഇതും ഉണ്ടായിരുന്നല്ലോ, അപ്പം പിന്നെ എന്തായാലും ഒന്ന് കൃത്യമായിട്ട് പറയണം. നല്ല രസമുണ്ടായിരുന്നു. ഈ കോമഡി ഉത്സവത്തിന്റെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ലല്ലോ. എല്ലാവരും അത്രയും ടാലന്റഡ് ആയിട്ട് ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് തോന്നിയത് എനിക്ക് പുള്ളിയുടെ ടിനിച്ചേട്ടൻ്റെ ആ സൗണ്ടും പിന്നെ രാജേഷേട്ടനാണെങ്കിൽ മറ്റേ വാർത്തയുടെ അസാധ്യം കേട്ടോ, അതിഗംഭീരം. ചേട്ടാ പറഞ്ഞോ, സൂപ്പറായിരുന്നു. ഉറപ്പാഷണം പറ. പുതിയൊരു സിനിമ ലോഞ്ച് ചെയ്യുന്ന അറിഞ്ഞാൽ വളരെ സന്തോഷം. അടുത്തൊരു ചാൻസ് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിലിമിൽ ഞാനും ഉണ്ടായിരിക്കും. കാരണം ഇന്നലെ വൈകിട്ടും കൂടി പ്രചോദനം ടിനിച്ചേട്ടനായിട്ട് സംസാരിച്ചപ്പോൾ ഇതേപോലെ തന്നെ പറ ഭാഷണം കറക്റ്റ് ആയിട്ട് എന്നോട് പറഞ്ഞു. ഓക്കെ, ഗംഭീരമായിരുന്നു. ചെയ്ത എല്ലാ സ്റ്റാഴ്സും അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ രാജേഷ് അടിമാലി എൻ്റെ ഒരു സഹോദരനെ പോലെയാണ്. ഞങ്ങൾ വീട്ടുകാർ തമ്മിൽ ഭയങ്കര ഒരു ആത്മബന്ധമുള്ളതാണ്. എൻ്റെ ഫാമിലി രാജേഷിൻ്റെ ഒരേ ട്രൂപ്പിലാണല്ലേ? ഒരേ ട്രൂപ്പിലാണ്, എൻ്റെ കൂടെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ കാശിന് വേണ്ടി പുറത്തു കൊണ്ട് ചെയ്യുന്ന വാർത്തയൊക്കെ എൻ്റെ വരുമ്പോൾ ഇതൊന്നും ചെയ്യാറില്ല. രണ്ടുപേരും സൂപ്പർ. താങ്ക് യു. കലക്കി. അപ്പോ രണ്ടുപേരെയും കൈപിടിച്ചേപ്പിക്കട്ടെ. ചേട്ടാ, വിഷ്ണു, സാജേട്ടാ, ഇന്നത്തെ ഉത്സവം കൂടി ഇറക്കാണ്. ഓക്കെ, അപ്പൊ അടുത്ത ഉത്സവത്തിന് കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.